ശരീരത്തിൽ ആരോഗ്യ പ്രശ്നമില്ലാത്ത, രോഗമില്ലാത്ത വ്യക്തികൾ ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ. അത് ഒരുപക്ഷെ വളർന്നു വരുന്ന മധ്യവയസ്കരായ ആളുകൾ, ചെറുപ്പക്കാർ, എല്ലാവർക്കും ഏതെങ്കിലും ഒരു നിലയിൽ ഒരു അനാരോഗ്യം ആധുനിക ഈ സാഹചര്യത്തിൽ മനുഷ്യ ശരീരത്തെ പിടികൂടാറുണ്ട് എന്നത് യാഥാർത്ഥ്യം. അത് നമുക്കൊരിക്കലും തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. അതിനെ നന്നായിട്ട് ചൂഷണം ചെയ്യാൻ നമ്മുടെ ആത്മലോകത്ത് കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നതും അതിന് തത്തുല്യമായ വേദപുസ്തകത്തിനകത്ത് തെളിവുകൾ ഉണ്ട് എന്നതും പച്ച യാഥാർത്ഥ്യം. പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവരോ വേദന അനുഭവിക്കുന്നവരോ തകർന്നിരിക്കുന്നവരോ ആണ്. ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ചു കാണും, അനേക ദൈവദാസന്മാരുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി പോയി കാണും, നമ്മുടെ സോ കോൾഡ് ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റുമാരുടെ പ്രാർത്ഥന ലൈനിൽ വിളിച്ചു കാണും, സ്തോത്ര കാഴ്ച കൊടുത്തു കാണും, ഒരുപാട് പണം മുടക്കി പല രോഗികൾ പല നിലയിൽ വൈദ്യന്മാരാൽ സഹായ ആവശ്യം നേടിക്കാണും. ഇങ്ങനെ പല വിധത്തിൽ ഒരർത്ഥത്തിൽ നിരാശപ്പെട്ടും വേദനിച്ചും ദൈവം എൻ്റെ പ്രാർത്ഥനയൊന്നും കേട്ടിട്ടില്ലയോ, എന്താ എനിക്ക് സൗഖ്യം തരാത്തെ എന്നൊക്കെ ചിന്തിച്ച് ഓക്കെ അത് ദൈവഹിതമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് കർത്താവിലുള്ള സ്നേഹത്തിലും പ്രത്യാശയിലും ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരെങ്കിൽ, ബലഹീനരായിരിക്കുന്ന രോഗികളായിരിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുന്ന വ്യക്തികളെങ്കിൽ ഈ വീഡിയോ മാത്രമല്ല ഇതിന്റെ തുടർമാനമായി ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ഈ വിഷയത്തെ സംബന്ധിച്ച ഗൗരവമായ ഒരു പഠനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് നമുക്കറിയാവുന്ന ഒരു വാക്യം ഒന്ന് തുടങ്ങാൻ വേണ്ടി വായിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 1 2 അധ്യായത്തിന്റെ 24 വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വരും എന്നല്ല, സൗഖ്യം വന്നിരിക്കുന്നു. ഈ വാക്യം ഉദ്ധരിക്കാത്ത ഒരൊറ്റ ദൈവദാസനില്ല, ഒരു സുവിശേഷകനില്ല. ഞാനും ആയിരക്കണക്കിന് പ്രാവശ്യം വേദികളിലോ പ്രസംഗ സ്ഥലങ്ങളിലോ വചനം പഠിപ്പിക്കുമ്പോഴോ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. ഞാൻ വിചാരിച്ചിരുന്നത്, എന്നെ പഠിപ്പിച്ചത്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടു പഠിച്ചത്, ബൈബിൾ വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയത്, പഠിച്ചത്, മനസ്സിലാക്കിയത്, ഈ വാക്യം നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യത്തെ സംബന്ധിച്ചതാണ് എന്ന്. കാരണം ഇത് നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ് എന്ന് കൃത്യമായ പഠനങ്ങളും നമ്മുടെ ആത്മലോകത്ത് വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമാണ്. കാരണം സൗഖ്യം വന്നു എന്നതാണ് അർത്ഥം. വരും എന്നതായിരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു, പ്രതീക്ഷിക്കാമായിരുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കാമായിരുന്നു, അപേക്ഷ അർപ്പിക്കാമായിരുന്നു. പക്ഷെ എഴുതിയിരിക്കുന്നത് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. ഞാൻ ഇന്ന് ആ വാക്യത്തിലേക്ക് പോകാതെ ഇതിന്റെ ആരംഭം, ഒരുപാട് ആരംഭം ഉൽപ്പത്തിയിലുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പല നൂറുകണക്കിന് വീഡിയോസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങളുടെ സമയം മാത്രമല്ല, അത്യാവശ്യമുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാത്ത കാര്യത്തിലേക്കൊന്ന് പോകും. ദൈവം തന്റെ സൗഖ്യത്തിന്റെ പ്രഖ്യാപനം നടത്തിയ ഒരു ഭാഗം നമുക്ക് പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ കാണാനായിട്ട് പറ്റും. പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ദൈവം ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് ഇസ്രായേലിന് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണാൻ പറ്റും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഈ മാറായിൽ വന്ന സംഭവം എന്താണ്, എങ്ങനെയാ മാറയിലെ വെള്ളം മധുരമായത് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സത്യം പറയും. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. 26 വാക്യത്തിൽ 15 അധ്യായം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്
നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. പ്രിയപ്പെട്ടവരെ, ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ വാക്യം കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഭൗതികമായ ഫിസിക്കൽ സിക്നസ് ആൻഡ് വീക്ക്നസ്, നമ്മൾ പോകുന്ന പലവിധമായ രോഗ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനാൽ നമുക്ക് സൗഖ്യമുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും അനുദപിക്കുന്നയാളാണ്. മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കാരണം ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം ഈ വാക്യങ്ങളിൽ ഉദ്ധരിച്ച് രോഗശാന്തിയുടെ വരത്തിനായി ഞാൻ രോഗശാന്തി വരം എന്താണെന്ന് മറ്റൊരു വീഡിയോ പറഞ്ഞോളാം. രോഗശാന്തിയുടെ വരം എന്താണ്, രോഗശാന്തി എന്താണ്, അതെന്താ സംഭവം, ഇന്നെന്താ പലപ്പോഴും അത് സംഭവിക്കാത്തത്, ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ എന്തുകൊണ്ട് രോഗിയായി തുടരുന്നത്, ഇങ്ങനെ 1000 ചോദ്യങ്ങളുണ്ട്. എല്ലാറ്റിലും കൃത്യമായി തിരുവെഴുത്തിൽ നിന്ന് നാം മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടെത്താത്ത കാലത്തോളം നാളെ ഇത് ചോദിക്കാൻ ഒരു തലമുറ പോലും നമ്മുടെ സഭയിൽ ഉണ്ടാകുകയില്ല എന്നത് പരമയാഥാർത്ഥ്യം. ഇന്ന് അറ്റ്ലീസ്റ്റ് ചോദിക്കാനെങ്കിലും ആളുണ്ട്. നാളെ ഇത് ചോദിക്കാനോ ഇത് തിരിഞ്ഞു പോലും നോക്കാൻ ആളുണ്ടാകത്തില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അത്രയ്ക്കും അസത്യങ്ങളുടെയും ആ അവ്യക്തതകളുടെയും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, ഒരു വിധത്തിലും യാതൊന്നു നിലയിലും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റാത്ത സുവിശേഷ സത്യങ്ങളും അല്ലെങ്കിൽ സുവിശേഷ സംബന്ധമായ സന്ദേശങ്ങളാണ് ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മെസ്സേജ് പറയുന്നത് എൻ്റെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി. എനിക്ക് അങ്ങനെ ഒരു അജണ്ടയേ ഇല്ല. കാരണം ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ആ ചോദ്യത്തിന് ഞാൻ ഇപ്പോഴും മറുപടി പറയുന്നില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, വന്നിരിക്കുന്നു എന്ന്. അതിന്റെ അർത്ഥം ആരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ സാക്രിഫൈസ്, ത്യാഗം വിശ്വസിക്കുന്നു, അവരുടെ മേൽ അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സൗഖ്യമായി എന്നാണ്. എങ്കിൽ 90% ആളുകൾ ഇന്നും ക്രൈസ്തവ സമൂഹത്തിൽ രോഗികളാണ്. പ്രസംഗകർ, സുവിശേഷകന്മാർ, ബൈബിൾ അധ്യാപകന്മാർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ, സഭയിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും ഒരു നിലയിൽ ബലഹീനരാണ്, രോഗികളാണ്. അടിപ്പിണരാൽ സൗഖ്യം വന്നു എങ്കിൽ അത് ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് ആണെങ്കിൽ പിന്നെന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ ഇത്രയും രോഗികൾ? അടിപ്പിണരന്റെ ശക്തി കുറഞ്ഞു പോയോ? മുറിവിന്റെ ആഴം കുറഞ്ഞു പോയോ? ആ വാക്യം അസത്യമോ അതോ ദൈവത്തിന്റെ ശക്തി ഇല്ലായ്മയായി പോയോ? അവന്റെ കൈ കുറുകിപ്പോയോ? അവസാനത്തൊരു ചോദ്യം വേദനയോട് ചോദിച്ചോട്ടെ, മിശിഹ അടിക്കപ്പെട്ടത് വൃഥാവായി പോയോ? എന്റെ പ്രേക്ഷകർ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് തിരിച്ച് ഇവിടേക്ക് പോകാം. ഇവിടെ ദൈവം പറയാണ്, വിധികളും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാമെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, അനുസരിക്കുമെങ്കിൽ, സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിങ്ങൾക്ക് വരുത്തുകയില്ല. ഞാൻ മിസ്രീമ്യർക്ക് വരുത്തിയ ബാധകളിൽ ഒന്നും നിങ്ങൾക്ക് വരുത്തുക ഇല്ല. ഹോൾഡ് ഓൺ, ഒന്ന് ചിന്തിക്കുക. മിസ്രീമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഏതൊക്കെയാണ്? ഡയബറ്റീസ് ആണോ? ബ്ലഡ് പ്രഷർ ആണോ? കൊളസ്ട്രോൾ ആണോ? സ്ട്രോക്ക് ആണോ? ഹാർട്ട് അറ്റാക്ക് ആണോ? സോറിയാസിസ് ആണോ? അതോ പോളിയോ ആണോ? അല്ലെങ്കിൽ ഒത്തിരി പേരുകൾ എനിക്കറിയത്തില്ല, കിഡ്നി ഡിസീസ് ആണോ? ഏത് രോഗം? കൈകാലുകൾ കഴപ്പ്, കാലുകൾ വേദന, കൈ ഉയർത്താൻ പറ്റാത്ത, ഇതെങ്ങാണോ? ഇങ്ങനെയുള്ള സാധനമാണോ? കണ്ണിലെ രോഗമാണോ? ചെവിക്കകത്തെ രോഗമാണോ? മോണരോഗമാണോ? പനിയാണോ?
ജലദോഷമാണോ? നിങ്ങൾ പറ. മിസ്രീമിർക്ക് വരുത്തിയ ബാധ വരുത്തത്തില്ലെന്നാ പറഞ്ഞ്. മിസ്രീമിർക്ക് ഏത് രോഗമാ വരുത്തിയത്? നിങ്ങൾ പറ. ആൻസർ മീ. ഇതിലേതെങ്കിലും ഒരു രോഗം. ഹാർട്ടിന് ബ്ലോക്ക് വന്നോ? ബ്രെയിൻ ഹെമറേജ് വന്നോ? തലച്ചോറിൽ രക്തം കട്ടിപിടിക്കുക വന്നോ? പക്ഷപാതം വന്നു? ബാക്കി അറിയാവുന്ന രോഗം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്ക്. ഇതിലേതെങ്കിലും ഒരു രോഗം മിസ്രീമിർക്ക് വന്നു? നോക്കൂ, മിസ്രീമിർക്ക് വരുത്തിയ ഒരു ബാധയും നിങ്ങൾക്ക് വരുത്തത്തില്ല. വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അപ്പൊ മിസ്രീമിർക്ക് വരുത്തിയ ബാധ വരുത്താതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? എന്റെ പ്രമാണങ്ങൾ. ഇതൊക്കെ വെച്ചാൽ അച്ഛന്മാർക്ക് ഭയങ്കര ഓ പ്രമാണം, ഹല്ലേലൂയ. ഹോൾഡ് ഓൺ. നിങ്ങൾ ഉദ്ദേശിച്ച പ്രമാണമല്ല. നിങ്ങളുടെ പ്രമാണം ജനത്തെ കുരുക്കി കൂട്ടിനകത്തിരുന്ന പ്രമാണം. ആ പ്രമാണത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ചട്ടങ്ങൾ, പ്രമാണം, വിധികൾ, ഇത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ട് പ്രസാദമുള്ളത് ചെയ്ത് കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നാൽ, പ്രമാണിച്ചാൽ, ഇതൊക്കെ ചെയ്താൽ, ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നടന്നാൽ, ഒറ്റ വാക്കിൽ മിസ്രീമിർക്ക് വരുത്തിയ ഒന്നും ഞാൻ വരുത്തത്തില്ല. അപ്പൊ മിസ്രീമിർക്ക് വരുത്തിയ 10 ബാധകൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറയാൻ പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, വെള്ളം രക്തമായി തീർന്നു. അത് നൈൽ നദിയിലെ വെള്ളം മുഴുവൻ രക്തമായി തീർന്നു. നമുക്ക് ഞാൻ ഒറ്റ വാക്ക് പറയാം. മിസ്രീമിലെ 10 ദേവന്മാരെയാണ് ഈ 10 ബാധകളുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അതായത് ഈ ദേവന്മാരെ സംബന്ധിച്ച വിശ്വാസത്തിന് അടിത്തറയിലാണ് ഈ ബാധകളെല്ലാം വന്നിരിക്കുന്നത്. മിസ്രീമിയരുടെ ദേവന്മാരിൽ ഒരു ദേവതയാണ് നൈൽ നദി. ആ ദേവതയുടെ പേര് ഹാപ്പി എന്നാണ്. HAPI. ഹാപ്പി എന്ന ഹാപ്പി സന്തോഷമല്ല, ഹാബിന്നോ ഹാപ്പിയോ എന്തോ. നൈൽ ഗോഡാണ്, ഹാപ്പി ഗോഡ്, നൈൽ നദിയാണ്. ആ നൈൽ നദിയെ എന്താക്കി മാറ്റി? രക്തമാക്കി മാറ്റി. അതായത് ചില പ്രസംഗർ പറയാറുണ്ട്, ഈജിപ്തിന്റെ നാഡിയായിരിക്കുന്ന, ഈജിപ്തിന്റെ ജീവനാഡിയായിരിക്കുന്ന നദി. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ജീവനാഡിയ, ദ ലൈഫ് റിസോഴ്സ് ഓഫ് ഈജിപ്റ്റ് ടേൺ ടു ഡെത്ത്. അതാണ് ആദ്യത്തെ ബാധ. ജീവദായകമായി മാറേണ്ടത് മരണമായി മാറിയിരിക്കുന്നു. ജീവൻ എവിടെ നിന്നാ പുറപ്പെടേണ്ടത്? ശ്രദ്ധിക്കൂ, എവിടെ നിന്നാ ജീവൻ പുറപ്പെടേണ്ടത്? സദൃശ്യവാക്യം 4:23 ഇങ്ങനെയാണ് പറയുന്നത്, ഔട്ട് ഓഫ് ദ ഹാർട്ട് ഫ്ലോ ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്. ഹൃദയത്തിൽ നിന്ന്, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കണം, അവിടെ നിന്നല്ലോ ജീവന്റെ ഉറവകൾ ഉത്ഭവിക്കുന്നത്. ഫ്രം വേർ ദ ലൈറ്റ് കംസ് ഔട്ട്, ഫ്രം ദ ഹാർട്ട്. ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് is coming out of heart. അങ്ങനാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ബാധ എന്താണ്? വെള്ളം രക്തമായി മാറുന്നു. അതേത് ദേവിയാണ്? നൈൽ നദി എന്ന ദേവത, ഹാബി. ദ ലൈഫ് റിസോഴ്സ് ടേൺ ടു ഡെത്ത്, മരണമായി മാറുകയാണ്. നമുക്കിതിനെ, ഇത് ഏത് രോഗമായിരിക്കും? ഐ ബിലീവ് ഇറ്റ് ഈസ് ഫ്രം ദ ഹാർട്ട്, ലൈഫ് ഫ്ലോസ് ഔട്ട്. That means that is the corruption of the heart. ഒരാളുടെ ഹൃദയത്തിനകത്തുള്ള കറപ്ഷൻ, അതിലെ മാലിന്യങ്ങൾ, ജീവനില്ലാത്ത അവസ്ഥ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങളുടെ സ്വാർത്ഥതയിൽ, ദൈവത്തെ കൂടാതെ, ദൈവമാണ് ജീവന്റെ ഉറവിടം, ദൈവത്തെ കൂടാതെ ഇൻഡിപെൻഡൻസിയിൽ മറ്റൊന്നിലേക്ക് ആശ്രയിക്കുന്ന ഒരവസ്ഥ ഹൃദയത്തിന്റെ കറപ്ഷനായി കാണാൻ പറ്റും. ദൈവത്തോടുള്ള അവിശ്വാസം, ദൈവത്തോടുള്ള ആശ്രയമില്ലായ്മ, ദൈവത്തോടുള്ള അവിശ്വാസം, ദൈവത്തെ കൂടാതെ ജീവിക്കാമെന്നുള്ള ഹൃദയത്തിന്റെ തോന്നലുകൾ, ഇതെല്ലാം
ഒന്നാമത്തെ ബാധയാണ്. ഇതാണ് ഹൃദയത്തിന്റെ കറപ്ഷൻ, ദ കറപ്ഷൻ ഓഫ് ദ ഹാർട്ട്. നിങ്ങൾ നോക്കിക്കേ, ബൈബിളിൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇത് ഞാൻ തൊട്ട് പറയുകയാണ്. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. യു ക്യാൻ ഗോ ത്രൂ ദിസ് ഹോൾ ബൈബിൾ. ഹൃദയത്തിൽ ഉള്ളത് എന്തെന്ന് അവർ അറിയേണ്ടതിന്, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഹൃദയത്തിൽ ഉള്ളത് എന്തെന്ന് അവർ അറിയേണ്ടതിന് അവരുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മന്ന നൽകി പോഷിപ്പിച്ചു. അവരുടെ ഹൃദയം, ദ കറപ്ഷൻ ഓഫ് ദ ഹാർട്ട്. ദ നമ്പർ 1 മിസ്രയീമിലെ ബാധ എന്താണ്? their heart is corrupted. ഇതാണ് രോഗം. അല്ലാതെ ഹാർട്ട് അറ്റാക്കിനേക്കാൾ ഏറ്റവും വലിയ രോഗം ദ കറപ്ഷൻ ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ വാൽവ് അടയുന്നതിനേക്കാൾ ഏറ്റവും വലിയ മാരക രോഗം. എന്റെ ഹൃദയത്തിനകത്ത് മാലിന്യങ്ങൾ ആത്മീകമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന, ദൈവത്തിന്റെ ആശ്രയം നഷ്ടപ്പെട്ട ഹൃദയമുള്ളവനാണ് ഏറ്റവും വലിയ ഹൃദയരോഗിയേക്കാൾ മാരകമായ രോഗത്തിന്റെ അധീനത. മറക്കല്ലേ. അപ്പോൾ ആദ്യമായി അറിയേണ്ടത് ഇതാണ് ആദ്യത്തെ മിസ്രയീമിലെ ബാധ. രണ്ടാമത്തത് തവള. തവള എന്ന് പറയുന്നത് നമുക്കറിയാം, അതും മിസ്രയീമിലെ മറ്റൊരു ഗോഡസ് ആണ്. ഗോഡസ് എന്ന് പറയുന്നത് ദേവതയാണ്. അതിനെ ഹെഗറ്റ് എന്നാണ് പറഞ്ഞത്. HEQET. ഹെഗറ്റ്. ഇറ്റ് ഈസ് ദ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി. God of fertility, the fertility goddess, frog headed. അതായത് തവളയുടെ തലയോട് കൂടിയ ഒരു ദേവതയെ അവര് ആരാധിച്ചിരുന്നു. അത് ഫെർട്ടിലിറ്റിയുടെ ദേവതയായിരുന്നു. എന്തായിരുന്നു അവിടെ വന്ന ബാധ? എവിടെ നോക്കിയാലും ബാധ, എവിടെ നോക്കിയാലും തവള. ഫറവോന്റെ കൊട്ടാരത്തിലും, ഫറവോന്റെ ഊണുമേശയിലും, ബെഡ്റൂമിലും, താനിരിക്കുന്ന കൊട്ടാരത്തിലും, ഇരിക്കുന്ന സിംഹാസനത്തിലും, അവന്റെ കിരീടത്തിലും എവിടെയെല്ലാം തവള കയറാമോ അവിടെ എല്ലാം തവള കയറും. What is the meaning of fertility? That's a god. അതില് എബ്രായ ആളുകൾ കൊടുത്തിരിക്കുന്ന ഒരർത്ഥം, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫെർട്ടിലിറ്റി. ഇറ്റ് ഈസ് എ ലസ്റ്റ്, ഇംപ്യൂരിറ്റി ആൻഡ് മോറൽ അൺക്ലീനസ്. ധാർമ്മികമായ മാലിന്യവും അൺക്ലീനസ്, അശുദ്ധിയും, പരിശുദ്ധമില്ലാത്ത അനുഭവം, ജഡികമായ ജീവിതത്തിന്റെ നിയന്ത്രണമില്ലാത്ത ജഡികതയും ഈ ഫ്രോഗ് കാണിക്കുക. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ബാധ? ഇംപ്യൂരിറ്റി, ലസ്റ്റ്, ഗോയിങ് ആഫ്റ്റർ. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മരുഭൂമിയിൽ അവർ ഭയങ്കരമായിട്ട് ജഡമോഹികളായി നടക്കുക. They are lusting after the flesh. They're lusting after food. They're lusting after comfort. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഇറച്ചി കലത്തിന്റെ അരികിലായിരുന്നു. അവരുടെ ജഡത്തിന്, ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതൊരു രോഗമാണോ ബ്രദർ? അതെ. നിങ്ങൾ ഈ കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ രോഗത്തെക്കാൾ മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് മോറൽ ഇംപ്യൂരിറ്റി, ലസ്റ്റ് ആൻഡ് അൺക്ലീനസ്. ഇതിനെന്താ അതാണ് എങ്ങനെ ഹീലിംഗ് ചെയ്യുന്നത്? ഹോളിനെസ് ഓഫ് ഗോഡ്. ഞാൻ വിശുദ്ധരായതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. സെപ്പറേറ്റ് യുവർ സെൽഫ് ഫ്രം. നിങ്ങൾ അവരിൽ നിന്ന് മാറിയിരിക്കണം, മാലിന്യങ്ങളിൽ നിന്ന് അകന്നിരിക്കണം, ദുഷ്ടന്റെ ആലോചനയിൽ നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസ്യയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നിങ്ങൾ മാറണം. ആ രോഗത്തിന് സൗഖ്യം വരുന്നത് ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ ഹോളിനെസ് ഓഫ് ഗോഡ് ആൻഡ് ദ സെപ്പറേഷൻ. ഗോഡ് പ്യൂരിഫൈസ് the people, those who are under the covenant of God. ദൈവം അവരുടെ ജനത്തെ, അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമായി, ഞാൻ നിങ്ങളെ ശുദ്ധമാക്കുന്ന ദൈവമെന്ന് അവൻ വെളിപ്പെടുകയാണ്. സോ രണ്ടാമത്തെ ബാധ എന്താണ്? ഇവിടെ വരുമ്പോൾ ഹാർട്ടിന് 2 വാൽവ് ഉണ്ടായിരുന്നു, ഇപ്പൊ 2 വാൽവിന് 3 വാൽവ് ഉണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന പരിപാടിയൊന്നും അതിനേക്കാൾ മാരകമാണ് ഹെഗറ്റ്. മൂന്നാമത്തത് ലൈസ്, നൈജ. പേനാണ്, ലൈസ് പേനാണ്. നാട്സ്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമുക്ക് കാണാൻ പറ്റും. ആ ദൈവത്തിന്റെ പേര് ഗബ്, GB, ഗബ്. അതിന്റെ അർത്ഥം
എർത്ത് ഗോഡ്, ഭൂമിദേവൻ. അപ്പൊ പേൻ എന്ന് പറയുന്നത് എന്തുവാണ്? ഭൂമിദേവൻ. നോക്കിക്കോണേ, പേനെ ദൈവമാക്കിയിരിക്കുന്നു. ആ ദൈവത്തെ ആരുടെ, എന്തിന്റെ ദൈവമാക്കിയിരിക്കുന്നു? ഭൂമിയുടെ ദേവനാക്കിയിരിക്കുന്നു. ദാറ്റ് ഇസ് മീനിങ് എന്താ? ഭൂമിയിൽ എന്താ ഉള്ളത്? ഡസ്റ്റ്. ഡസ്റ്റ് ടേൺസ് ടു ലൈസ്. ഭൂമിയിലെ പൊടി എന്തായി മാറി? വർമിനായി മാറി, ഒരു വോമായി മാറി, ഒരു ജന്തു, ഒരു ജീവിയായി മാറി. മനുഷ്യനെ സൃഷ്ടിച്ച എവിടുന്ന? മണ്ണിൽ നിന്ന്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ആരായി മാറി? ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ദ ഡസ്റ്റ് ടേൺ ടു ലൈസ്. മണ്ണെന്തായി മാറി? പേനായി മാറി. ഇവിടെ മണ്ണായ മനുഷ്യൻ മറ്റെന്തോ ആയി മാറുകയാണ്. ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് പ്രൗഡ്. ഇറ്റ് ഇസ് പ്രൈഡ്. പ്രൈഡ് ഫ്രം ഡസ്റ്റ്. എനിക്കിങ്ങനെ വിശ്വസിക്കുന്നു, ഒരുവൻ ഡസ്റ്റിൽ, പൂഴിയിൽ താണു കിടക്കുമ്പോൾ ദാറ്റ് ഇസ് എ ഹംബിൾനെസ് എങ്കിൽ, അവിടെ നിന്ന് അവൻ മറ്റൊന്നായി മാറുന്നെങ്കിൽ ദാറ്റ്സ് ഓപ്പോസിറ്റ് ഓഫ് ഹംബിൾനെസ്, ദാറ്റ് ഇസ് പ്രൗഡ്, പ്രൈഡ്, അഹങ്കാരം. സോ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു രോഗശാന്തിക്കാരനും ചെയ്യാൻ പറ്റാത്ത രോഗശാന്തിയാണ്. അത് യഹോവ റാഫയ്ക്ക് മാത്രമേ സൗഖ്യപ്പെടുത്താൻ കഴിയൂ. അഹങ്കാരം, മാൻസ് അറഗൻസ് ബിഫോർ ദ ക്രിയേറ്റർ. എടാം, ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടിതാവിനോടുള്ള മനുഷ്യന്റെ അറഗൻസ്, ക്രൂരമായ മനോഭാവം, ക്രൂരമായ മനോഭാവം, അഹന്തയോട് കൂടിയ മനോഭാവം, അതാണ് പേൻ കാണിക്കുന്നത്. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് ഓൺലി വേ ടു ബി ഹംബിൾ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഈ ഗിദയോന്റെ യവത്തപ്പം പ്രസംഗിക്കാത്ത സഭകൾ വളരെ കുറവാണ്. ഗിദയോന്റെ യവത്തപ്പം, ഗിഡിയൻ എന്ന് പറയുന്ന ആളിലെ യവത്തിന്റെ അപ്പം. യവത്തിന്റെ അപ്പം എന്ന് പറയുന്നത് ദരിദ്രന്മാരുടെ ഫുഡാണ്. ഗോതമ്പ് യവത്തെ കുറിച്ച് നമ്മൾ വെളിപ്പാടിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യവം കിട്ടുന്നതിന്റെ 3 ഇരട്ടി യവം കിട്ടുന്നതിനടുത്ത് ഒരു പാർട്ട് മാത്രമേ ഗോതമ്പ് കിട്ടത്തുള്ളൂ. അത് ഗോതമ്പിനേക്കാൾ 3 ഇരട്ടി വിലക്കുറവാണ് ഈ യവത്തിന്. യവം ദരിദ്രന്റെ ഫുഡാണ്. രണ്ടാമത്തെ യവത്തിന്റെ പുട്ട്, യവത്തിന്റെ അപ്പമാണ്. യവത്തിന്റെ അപ്പത്തിന്റെ പ്രത്യേകത ഇറ്റ് ഇസ് നോട്ട് സ്റ്റിക്കി. അത് പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഗോതമ്പ് പുട്ട് പോലിരിക്കും. അത് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു. യവത്തിന് അങ്ങനെ പ്രത്യേകം. ഗോതമ്പ് അങ്ങനെയല്ല, ഗോതമ്പ് സ്റ്റിക്കിയാണ്. പക്ഷെ ഈ യവത്തപ്പത്തെ ദൈവം ഒരു സ്വപ്നത്തിൽ കാട്ടിക്കൊടുത്തു. മിഥിയാന്റെ കൂടാരത്തെ യവത്തപ്പം ഉരുണ്ടുപോയി കൂടാരത്തെ തകർക്കും. മിഥിയാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ പ്രൗഡിനെ ദൈവം ജയിച്ചത് ഹ്യൂമിലിറ്റി എന്ന ബാർലി ബ്രെഡ് കൊണ്ടാണ്. ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. സോ ഇവിടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എങ്ങനെയാ സൗഖ്യമാക്കാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു സെൻഡ് മൈ ബാർലി ബ്രെഡ്. ദാറ്റ് ബാർലി ബ്രെഡ് ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് ദ ടെന്റ് ഓഫ് പ്രൈഡ്. I am the Lord that healeth thee. Praise the Lord. നാലാമത്തത് ഫ്ലൈസ്, നായിച്ച. അത് പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ പറ്റും. അതിന് ഹീബ്രുവിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ആ ദേവന്റെ പേര് കെപ്രി, KHEPRI, കെപ്രി, ഗോഡ് ഓഫ് ഇൻസെക്ട്സ്. എല്ലാവിധമായ ക്ഷുദ്രജീവികളുടെയും ഇൻസെക്റ്റുകളുടെ ദേവത. മറ്റൊരു വാക്കിൽ പറഞ്ഞ ഗോഡ് ഓഫ് റീബർത്ത്. നമുക്കറിയാം, ഈ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണ്. എല്ലായിടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. എല്ലായിടത്തും ഇത് പെട്ടെന്നിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. അതൊരു വ്യാധിയായി മാറുകയാണ്. ദൈവം പറയുക, ഞാൻ ആ ബാധയിൽ നിങ്ങളെ രക്ഷിക്കും. എന്തായിരിക്കും ഈ ഫ്ലൈസ് കൊണ്ട് അർത്ഥമാക്കി? ഇറ്റ് ഈസ് എ കറപ്ഷൻ സ്പ്രെഡഡ്, എല്ലായിടത്തേക്കും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന കറപ്ഷൻ. എവ്രിവെയർ, ഇറ്റ് ഈസ് സ്പ്രെഡഡ് എവ്രിവെയർ. ദാറ്റ് ഈസ്
Capri, the god of insects, the god of rebirth. തീർന്നുവെന്ന് തോന്നും, വീണ്ടും വീണ്ടും പുനർജനിച്ചു വരിക. സ്പ്രെഡ് ചെയ്യുക എവ്രിവെയർ, കറപ്റ്റഡ് എവ്രിവെയർ. വേദപുസ്തകത്തിൽ യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതായത് തല മുതൽ കാൽ വരെ, പാദം വരെ ഒരു കുറവുമില്ല, ഒരു ശരീരവും സൗഖ്യമായിട്ടില്ല, പൂർണ്ണമായി വ്രണം പിടിച്ചിരിക്കുന്നു, ആരും അത് വെച്ച് കെട്ടുന്നില്ല. ടോട്ടലി കറപ്റ്റഡ്. ദാറ്റ് ഈസ് ഫ്ലൈസ്. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെ നമ്മൾ ആ രോഗാവസ്ഥ എന്തായിരിക്കും? അത് ദ ഇന്നർ ഓർ സ്പിരിച്വൽ ഡിസീസ്. എബ്രായിക് ഭാഷയിൽ, നമ്മൾ എബ്രായയുടെ പശ്ചാത്തലത്തിൽ ദർ ഈസ് എ മിക്സ്ചർ ഓർ കൺഫ്യൂഷൻ. ഏതാ വലിയ കൺഫ്യൂഷൻ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഈ അവസ്ഥയിൽ പോയിട്ടുണ്ട് കേട്ടോ. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ they were so much confused, so much arrogance. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ രോഗങ്ങളും ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തിലുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കണം, ഉണ്ടായിരുന്നു. The heart were corrupted. There was so many confusions. ഞങ്ങളെ എന്തിനാ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്? ഞങ്ങളെ തിരിച്ചു പോകുക. ഞങ്ങൾക്ക് മോശെ വേറൊരു നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് തിരികെ മിസ്രൈമിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പലവിധമായ കൺഫ്യൂഷൻസ്, ദൈവത്തോടുള്ള മത്സരം, ഇതെല്ലാം തന്നെ ഈ നായിച്ചയാണ്. ഫ്ലൈസ്. ഹൗ ക്യാൻ ബി ഫ്രീ ഫ്രം ദിസ് കൺഫ്യൂഷൻസ് ആൻഡ് കോംപ്രമൈസസ്? എല്ലാത്തോടും ഒരു പൊത്തുവരുത്തം. ഇന്ന് ക്രിസ്ത്യാനിറ്റി മൊത്തം പൊത്തുവരുത്തം, അറിയാമല്ലോ. മുഴുവൻ ആളുകളും ഒരു കോംപ്രമൈസ്. എന്തിന്? വേറെ എന്നോട് എത്രയോ പേര് ചോദിച്ചു, എന്തിന് ആശ്രയത്തിൻ്റെയൊക്കെ ആവശ്യം? നിങ്ങളുടെ കൂടെ വന്നവരൊക്കെ താണ്ട ലോകം മൊത്തം ഓടുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇതും പിടിച്ചോണ്ട് ഇവിടെ കുത്തിയിരിക്കും? കോംപ്രമൈസ് പറ്റത്തില്ലെന്നേ. കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു രോഗമാണ്. അത് നായിച്ചയുടെ രോഗം. നായിച്ച എന്ന് പറയുന്നത് ഫ്ലൈസ്. ഗോഡ് സെപ്പറേറ്റ് ഹിസ് പീപ്പിൾ. എന്താ സംഭവിച്ചതറിയാമോ? ദൈവം അതിന് മുൻകൂട്ടി തന്നെ ഒരു തെളിവ് കൊടുത്തു. ഗോഷൻ ദേശത്തേക്ക് എല്ലാ മിസ്രൈമിൽ നിന്നും, ആ കൺഫ്യൂഷന്റെ നടുവിൽ നിന്ന്, കോംപ്രമൈസിന്റെ നടുവിൽ നിന്ന്, ആ കറപ്ഷന്റെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ ദൈവം മിസ്രൈമിൽ ഒരു പ്രത്യേക സ്ഥലത്ത്, ഗോഷൻ എന്ന് പറയുന്ന ആ ദേശത്ത് പാർപ്പിച്ചിരുന്നു. They were not mixed everywhere. അവരാരും എല്ലായിടത്തും ചിതറി പാർക്കല്ലായിരുന്നു. In a particular place they were separated unto God, separated from God. They were kept by God in holiness. That is a sickness. Flies. അഞ്ചാമത്തത് പെട്ടെന്ന് പോവാം. മൃഗസംഹാരം. പെസ്റ്റിലൻസ് ഓൺ ലൈഫ് സ്റ്റോക്സ്. പുസ്തകം 9-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണും. ആ ദേവന്റെ പേര് ഹത്തോർ അപ്പീസ്. ബുൾഗോഡ്സ്. ആ ദേവന്റെ പേരെന്താണ്? ബുൾഗോഡ്. ബുൾഗോഡ് എന്ന് പറഞ്ഞാൽ കാളക്കുട്ടി. ഈ ബുൾഗോഡിനെയാണ് നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനൻ മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി പോകുമ്പോൾ അഹരോന്റെ കയ്യിൽ സ്വർണവും മറ്റാഭരണങ്ങളും കൊണ്ടുകൊടുത്ത് കാളക്കുട്ടിയെ അവർ അടിച്ച് വാർത്ത് ഉണ്ടാക്കിയത് കാണാൻ പറ്റും. എവിടുന്ന് കിട്ടി? ഹു ഇസ് ദർ ഗോഡ്? ദാറ്റ് ഈസ് ഹെയ്ത്തോർ, അപ്പീസ്, ബുൾഡോഗ് അല്ല, ബുൾഗോഡ്സ്. കാളയാകുന്നത് ദൈവം. എന്താണ് അവിടെ വന്ന ബാധ? ഡെത്ത് ഓഫ് ആനിമൽസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡെത്ത് ഓഫ്? എന്തായിരിക്കും ആനിമൽസ്? മൃഗസംഹാരം എന്ന് പറയുന്നത് എന്താ? അന്നത്തെ കാലത്തെ ആളുകളുടെ സമ്പത്ത് എന്ന് പറയുന്നത് മൃഗമാണ്, മൃഗവും കൃഷിയാണ്. അപ്പൊ അർത്ഥം എന്താണ്? എക്കണോമിക് റൂയിൻ. That's a sickness. അപ്പം ഈ ബാധ എന്ത് വെച്ചു? അവരുടെ സമ്പത്ത് നശിക്കാനായിട്ട് തുടങ്ങി. എന്തായിരിക്കും ഇത്? എന്തിന്റെ അവസ്ഥ? സമ്പത്ത് നശിക്കൊണ്ട് എന്തായിരിക്കും അർത്ഥം? നമ്മുടെ കയ്യിൽ നിന്ന് സമ്പത്ത് പോവുക. എന്തോ ഇത് ഈ സമ്പത്തുമായിട്ട് എന്താ ബന്ധപ്പെട്ട്? ഒന്ന്, അത് ദ്രവ്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. 2, ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ദീസ് ഓൾ തിങ്സ് ആർ ഗ്രീഡ്. ദ്രവ്യമായ ഭയങ്കരമായ അത്യാഗ്രഹം.
മെറ്റീരിയലിസം, എല്ലാത്തിനകത്തും മെറ്റീരിയലിസം. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഓ, നിന്നെ ഉയരങ്ങളിൽ വാഹനമേറ്റി നടക്കുമാറാക്കും. നീ ഇന്ന് അമേരിക്കയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എങ്കിൽ നീ അടുത്ത ഉച്ചയ്ക്ക് നീ ലണ്ടനിൽ കഴിക്കും. ഇതെല്ലാം അനുഗ്രഹമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതെല്ലാം മൃഗസംഹാരമാണ്. മെറ്റീരിയലിസം, ദൈവാനുഗ്രഹങ്ങളെ മുഴുവൻ ഭൗതികതയുമായി ചേർത്ത് വായിക്കുന്ന ഓൾഡ് കവന്റർ കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് എ സിക്നസ്. That is a sickness. ഇത് രോഗമാണ്. അത് രോഗമാണ്. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ഈ രോഗത്തിൽ വന്ന പാട്ടാ. ഈ രോഗമുള്ളവന്റെ പാട്ടായത്. ഈ പാട്ട് തന്നെ ഒരു രോഗം. വായ്പ വാങ്ങാനിട വരികയില്ല, വായ്പ വാങ്ങിയാൽ ഞാൻ കൊടുക്കത്തില്ല. ഈ സാധനമൊക്കെ എവിടുന്ന് വന്നത്? ഇതെല്ലാം ഈ മൃഗസംഹാരം എന്ന് പറഞ്ഞ ഹാത്തോർ എന്ന് പറയുന്ന ഈ കാളദൈവം കൊണ്ട് കൊടുത്തത്. ഇന്ന് ക്രിസ്തീയ സഭയ്ക്കകത്ത് ഏറ്റവും വലിയ ദൈവത്തിന്റെ പേര് കാളദൈവം എന്ന്. ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല, ഇത് രോഗമാണ്. പ്രവാചകന്മാർ വായി തുറന്നാൽ ഏതെങ്കിലും പ്രവാചകൻ, മോനെ നിന്റെ കർത്താവ് നിന്നെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ലാസ്റ്റായിട്ടൊരു എൻ്റെ ഒരു സ്നേഹിതന്റെ കൂടെ ഞങ്ങളുടെ പുനലൂരെ പ്രസിദ്ധ പ്രവാചകന്റെ അടുക്കലിട്ടു. ഞാൻ ചുമ്മാ അദ്ദേഹത്തിന്റെ കൂട്ടർ പോയി. എനിക്കും കിട്ടിയ ഒരു പ്രവചനം. കണ്ണടച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ യൂറോപ്പ് കാണിക്കുന്നു. ആ മഞ്ഞ് പെയ്യുന്ന, ഞാൻ എൻ്റെ പോടാന്ന് പറഞ്ഞ് നിന്റെ പണി നോക്കി. മഞ്ഞ് പെയ്യുന്ന മണാങ്കട്ട. മനുഷ്യൻ 100 കണക്കിന് പ്രശ്നത്തിനകത്തിരിക്കുക. എങ്ങോട്ട് പോകണമെന്നറിയാതെ 1000 പ്രതിസന്ധിയുടെ തടി വിരിക്കുക. മഞ്ഞ് കാണുന്നത് പോലും. അത് കേൾക്കുമ്പോൾ കുളിർമ കൊള്ളുന്ന കുറെ മന്ന ബുദ്ധികൾ ഉണ്ടായിരിക്കും ക്രൈസ്തവ ലോകത്ത്. ഇതേത് ദൈവം? കാളദൈവം. മിക്കവാറും ഉള്ള പ്രവാചകന്മാരുടെ എല്ലാം നേതാവിന്റെ പേര് കാളയെന്ന്. കാളദൈവം. ഇത് രോഗമാണ്. ഗ്രീഡിനെസ് കേട്ടിട്ടില്ലേ? ഗ്രീഡിനെസ്. ഓഹ്, പ്രൈസ് ദി ലോർഡ്. 2021 എൻ്റെ കയ്യിൽ ഞാനിവിടെ വന്നപ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരാൾ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ ഞാനൊരു മാരുതി കാറിലാണ് വന്നത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു ഇന്നോവയുണ്ട്, എൻ്റെ വീടിന്റെ പിറകിൽ വേറൊരു ഇന്നോവയുണ്ട്. ഞാൻ വന്നത് വേറെ ഏതോ കാറിൽ, മാരുതിയിൽ തുടങ്ങിയതാണ്. ദൈവം എന്നെ മാനിച്ചു. ദൈവം മാനിച്ചല്ലടാ, കാള നിന്നെ മാനിച്ചത്. ക്രീഡ് തികയുന്നില്ല. സ്തോത്രം. ഗ്രീഡ്, അതിന് ദൈവം, അതിനെ എല്ലാത്തിനും ആരാ തല കൊണ്ട് വെച്ചേക്ക്? യെസ്, ദാറ്റ്സ് എ ഗോഡ്. That's not our God. That is Hathor. Pray in the name of Hathor. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുത്, ഹത്തോറിന്റെ നാമത്തിൽ. ഓ ഗോഡ്, ബുൾ ഗോഡ്, ഹെൽപ്പ് മീ എന്ന് പറ. മഞ്ഞു പെയ്യുന്ന മണ്ണാങ്കട്ട കാണുന്നത് പോലും. ഇഷ്ടം പോലെ വന്നിരിക്കുക. അമേരിക്ക എന്നൊക്കെ കുറെ എണ്ണം വന്നിരിക്കുക. എല്ലാം കൂടെ ഇങ്ങനെ വെളുത്ത് തൂടുത്തെല്ലാം കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. ആരെ കാണാൻ? ഈ മര പൊട്ടരെ കാണാൻ. എന്നിട്ട് കൈക്ക് നിറച്ച് പൈസ കൊടുത്തങ്ങ് പോകും. ആണോ ഇല്ലയോടാ അതിനൊക്കെ? താമസിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യം. നിന്നെയൊക്കെ കളിപ്പിക്കാൻ എന്ത് എളുപ്പമോ നോക്ക്. സമ്പത്തിന്റെ പുറം വേണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. അതാ സുവിശേഷ വേല. അങ്ങനെ ചെയ്യുന്ന സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ മതി. അതാണ് വേദപുസ്തകത്തിന്റെ മാർഗം, അതാണ് അപ്പോസ്തലന്റെ മാർഗം, അതാണ് സുവിശേഷം, അതാണ് ക്രിസ്തുവിന്റെ മാതൃക, അതാണ് ബൈബിൾ മൊത്തം. നിങ്ങൾ ഈ കാണുന്ന ഒരു പ്രഹസനമില്ല. ഹത്തോർ, സിക്നസ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേ. ഓഹോ, കുഞ്ഞമ്മ ഇവിടെ വന്നപ്പോൾ കുഞ്ഞമ്മയുടെ മുട്ട് വേദനയായിരുന്നു. കുഞ്ഞമ്മയുടെ മുട്ടല്ല, കുഞ്ഞമ്മ അതിനൊക്കെ വലിയ ഭയങ്കര കാളദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിൽ കിടക്കുക. പ്രേ ഫോർ ദം. ആ രോഗസൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കും. ദ്രവ്യാഗ്രഹം എന്ന സാധനം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കും. ദ്രവ്യാഗ്രഹവും പണമോഹം ഉണ്ടാകാതെ എത്ര പാസ്റ്റർമാർ പ്രാർത്ഥിക്കും, ദൈവമേ ആ സഹോദരൻ ഇനി മേലാൽ പണമോഹം ഉണ്ടാകരുത്, ദ്രവ്യാഗ്രഹം ഉണ്ടാകരുത്, അയാൾ ഉള്ളതിൽ തൃപ്തരായി ജീവിപ്പാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. മറ്റൊരു പ്രാർത്ഥിക്കത്തില്ല, ദൈവമേ ഇന്നായിരിക്കുന്നതിൽ നിന്ന് ഒരു വർധനവുണ്ടാകട്ടെ, പല മടങ്ങായി വർദ്ധിക്കട്ടെ, അദ്ദേഹത്തിന്റെ നന്മയെ തടയുന്ന പോരുകൾ അഴിയട്ടെ. ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്നാലല്ലേ സ്വോത്രാഴ്ച എന്താ ചമചം കിട്ടത്തുള്ളൂ. മാരക രോഗത്തിൽ, ക്യാൻസറിനൊക്കെ വലിയ രോഗത്തിൽ കിടക്കുക അവൻ. കാള അവന്റെ പുറത്ത് കയറിയിരിക്കുക. ഗ്രീഡ് ആൻഡ് മെറ്റീരിയലിസം.
ഇതിന് ഓപ്പോസിറ്റ് എന്താ? കണ്ടന്റ്മെന്റ്, തൃപ്തി. പൗൽ പറയുന്നു, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പ്. ധൈര്യത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു, അഭിമാനത്തോടെ പ്രസംഗിക്കുന്നു, നല്ല പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നു. തിരുത്താൻ പറ്റുന്നതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നേരും. Come and see. Contentment. Trust in the Almighty God for the provisions. ഞാൻ നിന്നെ ഈ കാളദൈവത്തിൽ നിന്ന് രക്ഷിക്കണം. എന്ത് വേണം? ദൈവത്തിൽ ആശ്രയിക്കണം. ആ ആശ്രയത്തിന് വേണ്ടിയാ തമ്പുരാൻ അവരെങ്ങനെ സൗഖ്യമാക്കിയത്? ഡെയിലി ഉള്ളതേ കൊടുത്തുള്ളൂ, അത്രേ ഉള്ളൂ. ദാണ്ട പൊഴിയുന്നുണ്ട്, ഒരൊറ്റ ഇടകഴിയെ പറക്കാവൂ, അധികം പറക്കാതെ ചീന്നു പോകും. ഞാൻ നിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. നിന്നെ ഈ രോഗത്തിന് സൗഖ്യമാക്കാൻ നിനക്ക് അന്നന്ന് വേണ്ട ആഹാരം തരും. ഈ ഒരു മരുന്നല്ലാതെ വേറെ മരുന്നില്ല. ഇതാണ് 5ാമത്തെ പ്രോബ്ലം. കിട്ടിയോ? ഇതാണ് മിസ്ത്രീമിന്റെ ബാധ. 6ാമത്തെ ബാധ ബോയിൽസ്, പുണ്ണ്. അതിനെ ഇംഹോറ്റപ്പ്, വായിക്കാൻ തെറ്റ്, ഇംഹോറ്റപ്പ് എന്നാണ്. ഇംഹോറ്റപ്പ്, ഗോഡ് ഓഫ് മെഡിസിൻ. ഗോഡ് ഓഫ് മെഡിസിന് 2 അടി കൊടുത്തപ്പോഴത്തേന് ദൈവം തമ്പുരാൻ ഒരു ഒറ്റ ബ്ലോ, അതോടെ അവിടെ ഉള്ള സകല ആളുകളുടെ പുറത്ത് പുണ്ണുണ്ടായി. പുണ്ണിനെ സൗഖ്യമാക്കുന്ന ദേവൻ അടി കിട്ടിയപ്പോൾ നാട് മൊത്തം പുണ്ണായി. പെയിൻഫുൾ സോർ, ഭയങ്കര വേദനയോടുകൂടിയ മുറിവ്, പുണ്ണ്, ബോയിൽസ്. ഇറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്. ദാറ്റ് ഇസ് ദ ബോയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഉദാഹരണം പറയും. നമ്മുടെയൊക്കെ ചില സ്ഥലങ്ങളിൽ ചിലപ്പം നമ്മൾ നമ്മുടെ നാവിലൊക്കെ ഇങ്ങനെ വായിൽ പുണ്ണുണ്ടാകാറുണ്ട്, നാക്കിൽ പുണ്ണുണ്ടാകാറുണ്ട്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് വെച്ച് അവര് പറയും ഇന്ന ഗുളിക കഴിക്കാൻ പറയും. അതെന്താന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് സം ഹിഡൻ സിക്നസ്, ഹിഡൻ ബോയിൽസ്. നിങ്ങളുടെ വയറ്റിലുള്ള ഏതോ ചില പ്രശ്നങ്ങളുടെ ഒരു സിംറ്റമാണ് നിങ്ങളുടെ നാക്കിലുള്ള ഇപ്പോൾ. അപ്പൊ ഈ വേദന മാറ്റാൻ വേണ്ടി ഒരു ഓയിൽമെന്റ് തരും. വയറിനകത്തെ രോഗം, നമ്മുടെ ഗട്ടിലുള്ള പ്രോബ്ലം മാറ്റാൻ വേണ്ടിയുള്ള മരുന്നും തരും. അപ്പൊ എന്തായിരിക്കും ഈ ബോയിലിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഹിഡൻ സിൻ ഓർ ഇന്നർ കറപ്ഷൻ. അതാ രോഗം. അപ്പം അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഇതുവെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെല്ലാം കണ്ടിട്ടുണ്ടോ? ഹിഡൻ സിൻ. അപ്പൊ ഇതിനകത്തൊരു ഭാഗം, ഇതിന്റെ സൗഖ്യം ഏതാ മരുന്ന്? റിപ്പൻഡൻസ്. ആരും അറിയാതെ രഹസ്യമായ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന പാപങ്ങളും, ആരും ഉള്ളിൽ ഒറ്റ മനുഷ്യർക്ക് അറിയാത്ത നിലയിൽ കൊണ്ടു നടക്കുന്ന കറപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒറ്റ മാനസാന്തരപ്പെടുക. സിമ്പിൾ, മാനസാന്തരപ്പെടുക. അല്ലാതെ ഹെൽപ്പ് ലൈനിൽ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ, അപ്പൊ പാസ്റ്റർ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ കാണുന്നു ദൈവത്തിന്റെ. ഒന്നും വേണ്ട. നിന്റെ മുറിക്കകത്ത് വരുന്ന മാനസാന്തരപ്പെടുന്നേ. ഈ ഹെൽപ്പ് ലൈനിൽ നിൽക്കുന്നവനൊക്കെ വേറും കച്ചടയാ. നിന്നെയൊക്കെ തോൽപ്പിക്കാൻ നിൽക്കുകയാണ്, നിന്നെയൊക്കെ പിഴിയാൻ നിൽക്കുകയാണ്. നീ ഇതെടുത്ത് കളഞ്ഞിട്ട് മര്യാദയ്ക്ക് തമ്പുരാന്റെ എടുക്കുമ്പോൾ, അതാ ഞാൻ മാനസാന്തരപ്പെടുന്ന ജീവിതത്തിലെ എൻ്റെ അകത്തെ ആ രഹസ്യ പാപങ്ങൾ, ഞാൻ ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന ആ കറപ്ഷൻസ് ഞാൻ എടുത്തു മാറ്റാം. റിപ്പൻറ്റിംഗ് ലോർഡ്, ക്ലെൻസ് മീ ലോർഡ്. നീയാണ് എന്നെ സൗഖ്യമാക്കേണ്ടത്. ലോകത്തിൽ ആർക്കും അറിയത്തില്ലപ്പാ, യു ആർ മൈ ഹീലർ. ദാറ്റ്സ് ഓൺലി വേ. ഓക്കെ, ഇതാണ് മിസ്ത്രീമിയുടെ ബാധ. ഓക്കെ, ഞാൻ പെട്ടെന്ന് നോക്കാം. ഇനി 7ാമത്തത്, കൽമഴയും തീയും കൽമഴയും. എക്സോഡസ് ചാപ്റ്റർ 9 verse 13 to 35. ദൈവത്തിന്റെ പേര് ഐസിസ്. ന്യൂട്ടൺ എന്ന് പറയും. നട്ടെന്നാണോ ന്യൂട്ടൺ അതറിയാം. ഇംഗ്ലീഷ് ചെയ്ത് NUT നട്ടെന്ന സാധനം വായിക്കേണ്ടത്. ന്യൂട്ടനാണ് ഞാൻ വായിച്ചത് കേട്ടിട്ടുള്ളത്. ഐസിസ് എന്ന് പറയും, ഒരു ദേവതയുടെ പേര്. ഇറ്റ് ഈസ് എ സ്കൈ ഗോഡ്. ആകാശത്തെ ദൈവത്തിന്റെ പേര്, ആകാശ ദൈവം. അപ്പൊ ഇതെന്താ സംഭവിച്ചത്? ഡിസ്ട്രക്ഷൻ ഫ്രം ഹെവൻ. മുകളിൽ നിന്ന് എന്ത് ചെയ്യുക? തീയും കൽമരയും കൂടെ വന്ന് പെയ്യുക, അല്ലെങ്കിൽ ആലിപ്പഴം വന്ന് പെയ്യുക, ഉള്ള കൃഷിയെല്ലാം മൊത്തം. അപ്പൊ ഡിസ്ട്രക്ഷൻ ഫ്രം ഹെവൻ ആണെന്ന് അടുത്ത 7ാമത്തെ ബാധ. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കൃഷി വിഭവങ്ങളെ നശിപ്പിച്ചോളാം. എന്താ ഈ കൽമഴ? എന്താ ഈ ഫയർ? കല്ല് വന്ന് വീണ് ഇറ്റ് ഈസ് ഹാർഡ്നെസ്. I believe that it's a hardness of heart. ഹൃദയ കാഠിന്യം, മത്സരം. ഹൃദയ കാഠിന്യവും മത്സരവും.
മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ കൽമഴയും തീയും വന്ന് കൃഷി മൊത്തം നശിപ്പിച്ചാൽ പിന്നെ ആ സ്ഥലത്തിന്റെ പേരെന്താണ്? വരണ്ട ദേശം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ഹൃദയകാഠിന്യവും മത്സരവുമാണ് ഈ 7ാമത്തെ മഹാവ്യാധി. ഹല്ലേലൂയ. അതാണ് മഹാവ്യാധി. മറുപടി എന്താ? എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ മത്സരത്തിൽ നിന്നും ഹൃദയകാഠിന്യം രക്ഷപ്പെടും? നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവന്റെ സ്നേഹത്തിൽ അവനിൽ ആശ്രയിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നന്മ പ്രാപിക്കും. Hallelujah. But destruction from man, that means it's a hardness of heart. Living in the desert, wilderness-ൽ പോന്ന് ജീവിക്കുന്ന അവസ്ഥ. Rebelliousness. ഒറ്റ മാർഗം, ട്രസ്റ്റ് ഓൺ ഗാഡ്. നിങ്ങളുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമാറും. അവൻ നിങ്ങളെ സൗഖ്യമാക്കും ദൈവം. 8ാമത്തെ ബാധ കുഞ്ഞമ്മയുടെ കഴുത്തുവേനയല്ല, ലോക്കസ്റ്റ്. ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടുക്കിളി. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 20 വായിക്കുമ്പോൾ വെട്ടുക്കിളി കാണിക്കാൻ പറ്റും. അതിന് കൊടുത്തിരിക്കുന്ന ആ ദൈവത്തിന്റെ പേര് സെറാപ്പിയ, പ്രൊട്ടക്ടർ ഓഫ് ദ ക്രോപ്സ്. ദൈവത്തിന്റെ പേരാ. നോക്കണേ, സത്യത്തിൽ ഈ ദൈവം തമ്പുരാന്റെ തനി സ്വഭാവം എന്ന് പറയുന്നത് ഉള്ള സകല കോർപ്സിനെയും തിന്നുന്നതാണ്. ആ തലതിരിഞ്ഞ ദൈവത്തെ നേരെ തിരിച്ചിട്ടിട്ട് എന്താക്കി മാറ്റി? സെറാപ്പിയ. സെറാപ്പിയ എന്ന് പറഞ്ഞാൽ ദേവൻ ലോക്കസ്റ്റ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ ദേവന്റെ ജോലി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ ക്രോപ്സ്, എല്ലാവിധമായ വിളകളെയും സൂക്ഷിക്കുന്ന ജോലിയാണെങ്കിൽ ഇവിടെ എന്താ പറ്റിയത്? ബിക്കോസ് ഓഫ് ദ ലോക്കസ്റ്റ് ആ ബാധ വന്നപ്പോൾ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻ, എല്ലാ പച്ചല മൊത്തം തിന്നു തീർന്നു. വാട്ട് ഈസ് ദ മീനിങ്? എന്തോ എനിക്ക് പച്ചല മൊത്തം തിന്നുക, ഗ്രീഡ് ചെയ്യുക, എല്ലാം തിന്ന് എന്ത് ചെയ്യുക? ഗ്രീഡ്, കൺസപ്ഷൻ, ഡിവോറിങ്, അത് എല്ലാം വിഴുങ്ങുന്ന ഒരവസ്ഥ. എത്ര കിട്ടിയോലും തികയാത്ത ഭാഷാപശു നേടില്ല ആ സാധനം. ഇത് അതൊരു രോഗം. എത്ര കിട്ടിയാലും തികയത്തില്ല. സകല പച്ചലയും തിന്നു തീർക്കും. എവിടുന്ന് കിട്ടി ഈ സാധനം? ഈസ് ഫ്രം ഗ്രീഡ്, കൺസംഷൻ, ഡിവോറിങ്. ദൈവത്തിന്റെ പേരെന്താണ്? സെറാപ്പിയ. എന്ത് ചെയ്യാൻ പറ്റും? ഈ എന്തോ പറഞ്ഞേ, അതിഭക്ഷണവും എന്ത് കിട്ടിയാലും തികയത്തില്ല. ഒരു ഉടുപ്പ് കിട്ടിയാൽ 5 വാങ്ങാൻ തോന്നും. ഒരു കാറ് കിട്ടിയാൽ 10 കാറ് കിട്ടുക. എനിക്ക് ആ കാർ, അത് വേണം, ഇത് വേണം, മൊത്തം ഗ്രീഡ്, അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും ഇതെല്ലാം കൂടെ ചേർന്ന് സാധനമായി ലോക്കസ്. തിന്നും, പച്ചല കണ്ട തിന്നും. പച്ചയുള്ള സ്ഥലത്തോട് ഓടിക്കൊണ്ടേയിരിക്കും. മാസാമാസങ്ങളിൽ പച്ചയുള്ള സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉപദേശിയുടെ തലയെ എൻ്റെ തലയൊക്കെ വെക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. എന്തുവാ? ഇന്ദ്രിയ ജയം. മാത്രമല്ല ജനറോസിറ്റി. ഇങ്ങനെ വാങ്ങി വാങ്ങി കന്നറ്റയുടെ മക്കളാകാതെ കൊടുക്കണം. ആരി വരി എന്തെങ്കിലുമൊക്കെ വാരി കൊടുക്കും. മറ്റുള്ളവർക്ക് ദയവ് കാണിക്കണം. then God will restore the fullness. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോയതിനെ ഹീൽ ചെയ്യും. എങ്ങനെ? ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരും. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ജനറോസിറ്റി കാണിക്കാൻ, സ്വയം നിയന്ത്രിതമാകാൻ ദൈവം നമ്മെ സഹായിക്കും. ദാറ്റ് ഇസ് എ സിക്നസ്. The 9th one, darkness. ഞാൻ വേഗം തോന്നുന്നു. ഡാർക്ക്നെസ് എന്ന് പറയുന്നത് the god of Ra, R-A. നിങ്ങൾക്ക് അറിയാം, റാ എന്ന് പറയുന്ന ദേവൻ സൺ ഗോഡ്. എന്താ സംഭവിച്ചത്? തിക് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കണ്ണ് കാണാൻ പറ്റാന്നില്ല, കൂരിരുട്ടുണ്ടായി 3 ദിവസം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്സ്? എന്തായിരിക്കും ആ രോഗം? സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീക അന്ധത. ഇഗ്നറൻസ്, അന്ധത എന്ന് പറഞ്ഞാൽ, ഇരുളെന്ന് പറഞ്ഞാൽ ഏതോ കുഴിയാലയിൽ ഇരിക്കുന്ന ഭൂതമൊന്നുമല്ല. ഡാർക്ക്നെസ് മീൻസ് ഇഗ്നോറൻസ്. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് നേരെ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തിയെ എന്നൊന്നും പറഞ്ഞു കിടന്ന് വിമ്മിഷ്ടപ്പെട്ടിങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്നും കാണിക്കണ്ട. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് എന്നാ, ബോധമില്ലായ്മയെന്ന്, വിവരമില്ലായ്മയെന്ന്, അറിവുകേടെന്ന്.
സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആൻഡ് ഇഗ്നറൻസ് ഓഫ് ദ സത്യം എത്ര ഇന്നും അങ്ങനെ തന്നെയാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ആത്മലോകം മുഴുവൻ ഈ കൂരിട്ടില്ല. പണ്ഡിതൻ എന്ന് പറയുന്നവനും പാമരൻ എല്ലാം കൂരിട്ടില്ല. കാര്യം എന്താ? ഇഗ്നോറൻസ്. എടുത്തങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അത് അങ്ങനെ തന്നെയൊന്നും ചിന്തിക്കത്തുമില്ല, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ സ്പിരിച്വൽ ഡാർക്ക്നെസ്. മറുപടി എന്താ? ദ ബൈബിൾ, ദ ലൈറ്റ് ഫ്രം ദ റെവലേഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. അതാണ് സൗഖ്യം വരുന്നത്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. 10ാമത്തേത് ഡെത്ത് ഓഫ് ഫസ്റ്റ് ബോൺ, ആദ്യജാതന്റെ മരണം. ദൈവത്തിന്റെ പേര് ഫാറോ, സീൻ ആസ് ഗോഡ്. ഫാറോയാണ് ആ 10ാമത്തെ ദേവൻ. അവിടുത്തെ ഫറവോൻ ദേവനായി കരുതപ്പെടുന്നു. ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്, സെമി ഗോഡ്, സീൻ ആസ് ഗോഡ്. ജഡ്ജ്മെന്റ് ഓൺ പ്രൈഡ് ഓഫ് ലൈഫ്. എപ്പോഴും ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ അറിയുമോ? പ്രൈഡ്, ജീവനത്തിന്റെ പ്രതാപം. ജഡ്ജ്മെന്റ് അപ്പോൺ ദ പ്രൈഡ് ഓഫ് ലൈഫ്. അപ്പൊ ജീവനത്തിന്റെ പ്രതാപം, ജീവിതത്തിന്റെ അഹന്തയുടെ ഉന്നതി. ദീസ് ഓൾ ആർ ദ സിക്നസ് ഓഫ് ദ സ്പിരിച്വൽ. സെൽഫ് ഡെഫിക്കേഷൻ, റിബിലിയൻ അഗൈൻസ്റ്റ് ഗോഡ്സ് ഫാദർഹുഡ്. അവസാനത്തെ ബാധ എന്താണ്? ദൈവത്തിന്റെ പിതൃത്വം. ദൈവമാണ് പിതാവ്, ദൈവമാണ് അവനാണ് എൻ്റെ അപ്പൻ എന്നുള്ള ആ വലിയ പദവിക്കെതിരെയുള്ള മത്സരം. ആ മത്സരത്തെ ഒതുക്കാൻ ദൈവം എന്ത് ചെയ്തു? ബാറാവോനെ, നിന്റെ ഫസ്റ്റ് ബോണിനെ ഞാൻ കൊല്ലും. ഈസ് എ ഫാദർ സൺ റിലേഷൻഷിപ്പ് ബിക്കോസ് യു ആർ റിബലിയസ് അഗൈൻസ്റ്റ് ഗോഡ്. റിബലിയസ് അഗൈൻസ്റ്റ് ഗോഡ്സ് ഫാദർഹുഡ്. God killed the firstborn. How can he be healed by that? ആ രോഗത്തിൽ നിന്ന് എങ്ങനെ? Redeemed by the blood of the Lamb of Jesus Christ. I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. The blood of the Lamb Jesus Christ, restoring sonship. Hallelujah. 10ാമത്തെ ബാധയാൽ, മിസ്രീമിന്റെ ആ ബാധയാൽ ആദ്യജാതൻ നശിച്ചു പോയി. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകൊണ്ട് യേശുവിന്റെ രക്തത്താൽ നിനക്ക് നഷ്ടമായ പുത്രത്വത്തെ ഞാൻ പുനഃസ്ഥാപിച്ച് നിനക്ക് വീണ്ടും എൻ്റെ മകനാകുവാൻ അധികാരം നൽകുക. അപ്പോ ഈ 10 ബാധകൾ, ഇതാണ് മിസ്രീമിലെ ബാധകൾ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, എൻ വചനത്തിൻ ശക്തിയാൽ നീ ഇന്നു സൗഖ്യം പ്രാപിക്കുക. ഏത് സൗഖ്യം? ദീസ് ആർ ദ 10 പ്ലേഗ്സ്. എന്റെ വചനങ്ങളും കൽപ്പനകളും പ്രമാണിക്കാമെങ്കിൽ മിസ്രീമിൽക്ക് വരുത്തിയ ഒരു ബാധയും നിങ്ങൾക്ക് വരുത്തുകയില്ല. ഹല്ലേലൂയ. മഹാദൈവം തന്റെ കൃപയാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീഡിയോസ് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതാണ് അതിന്റെ ട്രൂത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പലവിധ അസുഖങ്ങളുള്ളവരായിരിക്കാം, പലവിധ പ്രതിസന്ധി ഉണ്ടായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഏറ്റവും വലിയ രോഗശാന്തി വരണത് ഈ മേഖലയിലാണ്. നിങ്ങൾക്ക് ഇതുവരെ ഇത് മനസ്സിലായി ഒരു പ്രാവശ്യം ഇത് കേൾക്കുക, എഴുതി വെക്കുക. ദൈവമേ, എന്നെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ റാഫ എന്ന് പറഞ്ഞാൽ ദ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. ഈസ് ഗോയിങ് ടു റെസ്റ്റോർ ബാക്ക്. ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ലാസ്റ്റ് വേർഡ്. മിസ്രീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. അവരാരും ഒരു രോഗം ദീനമുള്ളവനോടില്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ദേ ആർ ഫിറ്റ്, ബട്ട് സ്പിരിച്വലി ദേ ആർ നോട്ട് ഫിറ്റ്. മിസ്രീമിൽ നിന്ന് ഇറങ്ങി തിരിച്ചവർ ഒരു രോഗിയില്ല. ഹല്ലേലൂയ. പക്ഷെ മിസ്രീമിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിൽ 20 വയസ്സിന് മുകളിലുള്ള മുഴുവൻ എണ്ണവും they died not because of physical sickness but because of spiritual sickness. നിന്റെ ശരീരത്തിൽ എത്ര ഭയങ്കര ആരോഗ്യം ഉണ്ടെങ്കിലും if you are spiritually sick, you cannot inherit God's reality. Let Jehovah Rapha heals you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളിതിനെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പറയണം, സംശയം പറയണം. മറ്റൊരാൾക്ക് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളതിനെ, ഈ ചാനൽ നിങ്ങൾ അതിൻ്റെ ഫോളോവറായി മാറുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അതിൻ്റെ
ബെൽ ബട്ടൺ അമർത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.